കഴിവില്ലാതെയാണെന്നും സ്വാധീനത്തിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ മാത്രമാണെന്നും പറയുന്നില്ല. പക്ഷേ അയാളെക്കാരെ അടികൊണ്ടവർ, അധ്വാനിച്ചവർ, കഴിവുള്ളവർ നിൽക്കെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായും ചരിത്ര ഭൂരിപക്ഷത്തിൽ പാലക്കാട് MLA ആയും ഒരു കരിമ്പന പോലെ വളർന്ന് പന്തലിച്ചത് നിങ്ങളുടെ പാർട്ടിയുടെ വെള്ളവും വളവും ഊറ്റിയല്ലേ? 1, 2, 3 ആണോ? ഇനിയും പുറത്തു വരാനുള്ള മൃഗയാ നായാട്ട് പരാതികളുടെ വേട്ടാവട്ടം അയാൾ തീർത്തത് കിട്ടിയ നിങ്ങളുടെ കൊടുത്ത അധികാരങ്ങളുടെ ബലത്തിലല്ലേ എന്ന ചോദ്യങ്ങൾ പ്രസക്തമായി നിൽക്കുമ്പോഴും ഞങ്ങൾ അയാളെ പുറത്താക്കിയതാണ്, ഞങ്ങൾക്കിനി ബാധ്യതയില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് വിയർക്കാതിരിക്കുന്നെങ്കിൽ അതിനവർ നന്ദി പറയേണ്ടത് സാക്ഷാൽ VD സതീശനോടാണ്. ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ, ഭാവിയിലേക്ക് നോക്കിയ കർശനമായ രാഷ്ട്രീയ കണ്ണാണ് ആ സൈബർ വേട്ടക്കിടയിലും പിന്നോട്ടിലും നിലപാടിൽ പടിയടച്ച പിണ്ടം വക്കൽ. എല്ലാത്തിനും ഒരു പ്രണയത്തിന്റെ അല്ലെങ്കിൽ കാപട്യ പ്രണയത്തിന്റെ ബാക്ക്ഡ്രോപ്പ് അക്കാലത്തുള്ള ആർദ്രമായ സന്ദേശങ്ങളുടെ തെളിവ് മൂല്യം, പരസ്പര സമ്മത ബന്ധങ്ങൾ എന്ന് കോടതിയിൽ വാദിക്കാൻ ആയുധങ്ങൾ ഉണ്ടാകാം. ആ ഹോട്ടൽ മുറി ബുക്ക് ചെയ്ത് പെൺകുട്ടിയല്ലേ പിന്നെ എങ്ങനെ റേപ്പാകും എന്ന് ചോദ്യമുണ്ടാകാം. പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ നിന്നും രാക്കാല അറസ്റ്റ് പ്രൊസീജിയർ ലാപ്സ് ഒരു പക്ഷേ ജാമ്യത്തിന്റെ വാതിൽ തുറന്നേക്കാം. ആദ്യ കേസിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത പോയ പോലീസിന്റെ കഴിവുകേട് മറക്കാൻ, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ മൈലേജ് എന്നാരെങ്കിലും പറഞ്ഞേക്കാം. പക്ഷേ ചെയ്തു കൂട്ടിയ മാനിപ്പുലേഷന്റെ കളങ്കാവൽ ഫോർമാറ്റ് കാര്യം കഴിഞ്ഞ് കൊന്നുകളഞ്ഞില്ലെന്നേ ഉള്ളൂ. രാഹുലെ, നിന്റെ അതിക്രമങ്ങൾക്ക് മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾ, സംശയങ്ങൾ രാഷ്ട്രീയ മറയല്ല, പരിഹാരമല്ല, ഒരു മറുപടിയേ അല്ല. അത് പുറത്തു പറയുന്നത് ശരിയാണോ എന്നറിയില്ല. വേട്ടക്കിരയായ ഒരു പെൺകുട്ടിയുടെ ശബ്ദം നേർക്കുനേർ കേട്ടതാണ്. ദാമ്പത്യത്തിൽ ഒരു വിള്ളൽ മുതലെടുത്ത് ആ വിടവിലേക്ക് ഇടിച്ചു കയറി വന്നൊരുത്തൻ, പ്രതീക്ഷയുടെ കൈത്താങ്ങെന്ന് ആവർത്തിച്ചുറപ്പ് കൊടുത്തൊരുത്തൻ, ഒരു പെൺകുട്ടിയെ തകർത്തു നാനാവിധമാക്കി ട്രോമയുടെ ആഴത്തിലേക്ക് എറിഞ്ഞതെങ്ങനെ എന്ന് കാതു പൊള്ളിപ്പോകുന്ന ഒരു സാക്ഷ്യം. അമ്മയും സഹോദരിമാരും പെൺമക്കളും ഉള്ളവർക്ക് കേട്ടിരിക്കാൻ കഴിയാത്ത, ഊഹിക്കാൻ കഴിയാത്ത വയലൻസിന്റെ പരമാവധിയാണ് കേവലം കോഴിത്തരമല്ല. ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഒരിക്കൽ അവൻ ഇരച്ചു കയറി വന്നൊരു അനുഭവം, ദേഹത്തിന്റെ ഓരോ കോണും ഇഞ്ചപ്പരുവത്തിലാക്കിയതിനെ പറ്റി, ശരീരം മുഴുവൻ കടിച്ചു കീറിയതിനെ പറ്റി, സെക്ഷൽ സാഡിസം പൂർത്തിയാക്കി അവൻ ഇറങ്ങിപ്പോയപ്പോൾ ചേട്ടാ എനിക്ക് തോന്നിയത് തെരുവുനായ ആക്രമിച്ചുവെന്നാണ്. അതേ പാറ്റേണിൽ 2ാം പരാതി, അതേ പാറ്റേണിൽ 3ാം പരാതി, അതേ പാറ്റേണിൽ ഇനിയും എത്രയാണ് പരാതികളെന്ന് ആർക്കറിയാം. ദുർബലയായ പെൺകുട്ടികൾക്ക് കാവലിന്റെ കരുത്തിന്റെ ഒരു കള്ളക്കവചം തീർക്കൽ, വിവാഹം കഴിക്കണം, കുഞ്ഞു വേണമെന്ന് തേലും പാനും ഒഴുക്കൽ, ആക്രാമക സെക്സിനൊടുവിൽ ബീജാവാപം, പിന്നെ ആ ഗർഭം തന്നെ ഇല്ലാതാക്കാൻ കരുതിയേക്കും. ഇങ്ങനെയുണ്ടോ? പല വൈകൃതങ്ങൾ കേട്ടതാണെങ്കിലും അത്തരത്തിൽ ആനന്ദിക്കുന്ന ഒരു പെർവേർഷൻ വൈകൃതം ആരെങ്കിലും കേട്ടവരാണോ? കേവലം സെക്ഷൽ ഫാന്റസി അല്ല, വലയെറിഞ്ഞു പിടിച്ച് ശരീരവും മനസ്സും മനോനിലയും ഭാവിയും കസക്കിയെറിഞ്ഞ് ചണ്ടിയാക്കി വഴിയാധാരമാക്കി വലിച്ചെറിഞ്ഞ് അടുത്തയാളെ തേടിപ്പോകുന്ന തെമ്മാടിപ്പണിയാണ്. നിയമത്തിന്റെ വഴിയിൽ അയാൾ ഇറങ്ങിയാലും ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പാഠമാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്നല്ല, ഒരു മനുഷ്യൻ എങ്ങനെ ആവരുതെന്ന പാഠം ഇപ്പോഴും തുടരുന്ന സൈബർ വേട്ടക്കിടയിലും പിടിച്ചു നിൽക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമാണ് ഐക്യദാർഢ്യം. കട്ടയ്ക്ക് നിൽക്കണം. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.